ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മളുടെ റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബിൽഡിംഗ് സർവീസ് എന്ന സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ റിവിഷൻ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോർഷൻസൊക്കെ ഏകദേശം നമ്മൾ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചവറ് പോലെ എടുക്കാതെ നമ്മൾ ഇമ്പോർട്ടൻസിന് കൊടുത്തിട്ടാണ് നമ്മൾ ബേസിക്കലി ടോപ്പിക്സൊക്കെ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങളുടെ കർത്തവ്യമാണ് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓണം കഴിഞ്ഞാൽ ഉടൻ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 6th സെമസ്റ്ററിൻ്റെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കും അറിയൂല. പക്ഷേ എങ്ങനെയായാലും 6th സെമസ്റ്ററിൻ്റെ എക്സാം ഓണം കഴിഞ്ഞാൽ ഉടൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ കർത്തവ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു 3 മൊഡ്യൂൾ നല്ല വൃത്തിക്ക് പഠിക്കുക, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, 4 മൊഡ്യൂളിൽ നിന്ന് 3 മൊഡ്യൂൾ പഠിച്ചാൽ മതി എന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനും നിങ്ങൾക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബുദ്ധിമുട്ടുകൾ പലതരത്തിലുണ്ടാവും. കോണ്ടാക്ട് ക്ലാസ് കിട്ടിയിട്ടില്ല, ഓൺലൈൻ ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നാലും ഓക്കെ, നമ്മൾ പഠിക്കേണ്ട കാര്യം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പരമാവധി സ്കോർ ചെയ്യാൻ പറ്റും എന്ന വിശ്വാസം എല്ലാവർക്കും ഉണ്ടായാൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലാതെ അത് ഓൺലൈനായിരുന്നു അതുകൊണ്ടൊന്നും തലയിൽ കയറൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം ശ്രമിക്കുക. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, നമ്മളുടെ ടെക്നിക്കൽ ബോർഡായത് കാരണം ആദ്യം തന്നെ ഇനിയിപ്പോൾ കോണ്ടാക്ട് ക്ലാസ് വെക്കാൻ പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ സിറ്റുവേഷൻ്റെ അനുസരിച്ചായിരിക്കും കോണ്ടാക്ട് ക്ലാസ്സസിൻ്റെ തീരുമാനം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കേണ്ട കാര്യം, ഇപ്പോൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുത്ത ഓർഡറിൽ തന്നെയാണ്. നമ്മൾ ബിൽഡിംഗ് സർവീസിൽ പറഞ്ഞ കാര്യം നമുക്ക് സിംപ്ലസ്റ്റിൽ നിന്ന് ടഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോർഷൻസ് വരെ കവർ ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ റിവിഷൻ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മൊഡ്യൂൾ 2 ആണ്. ഓക്കെ, നമ്മളെടുത്ത ഓർഡറും അങ്ങനെ തന്നെയായിരുന്നു. മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, പിന്നെയാണ് മൊഡ്യൂൾ 1ലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും നമ്മൾ റിവിഷൻ ക്ലാസ് എന്ന രീതിയിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2 നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും പറയാവുന്ന ഒരു ഓപ്ഷനായിരുന്നു വാട്ടർ സപ്ലൈ എൻജിനീയറിംഗ് എന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ ബേസിക്കലി ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ബേസിക്കലി എടുത്തിരുന്നത്. ഓക്കെ, വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ഒരു സ്ഥലത്ത് നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി അവിടുത്തെ പോപ്പുലേഷൻ നോക്കണം. അപ്പോൾ പോപ്പുലേഷൻ മാത്രമാണോ നോക്കേണ്ടത്? അല്ല, അവിടുത്തെ റേറ്റ് ഓഫ് സപ്ലൈ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിമാൻഡ്, എത്ര ഡിമാൻഡ്, പെർ ക്യാപിറ്റ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്, അത് നോക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഒരു ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യുക ഫോർ എക്സാമ്പിളായിട്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റിസർവോയർ, ഒരു ഡാം, അങ്ങനത്തെ കുറേ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇന്നത്തെ യൂസ് കണക്കിലെടുത്തിട്ടല്ല നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. നമ്മളെങ്ങനെയാണ് അതിൻ്റെ ഒരു കാലാവധി, അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ബേസിക്കലി പറയുന്നത് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് ബേസിക്കലി 50 വർഷത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ 50 വർഷത്തിൽ ഏകദേശം നമ്മളുടെ ജനസംഖ്യ എത്രത്തോളം കൂടും അതൊക്കെ കണക്കൂട്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു വാട്ടർ സപ്ലൈ എൻജിനീയറിങ്ങിന് യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ, ആ സ്ട്രക്ചർ ഡാമാകാം, ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ സ്റ്റോറേജിൻ്റെ ടാങ്ക്, അങ്ങനത്തെ പലതരത്തിലുള്ള കാര്യങ്ങൾ, വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ആകാം, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആകാം. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യണത് ഒരു 20 മുതൽക്ക് 50 വർഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ 50 വർഷം ഡാമിൻ്റെ കേസിൽ മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 25 വർഷം, പിന്നെ നമ്മളുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ 15 വർഷം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഡിസൈൻ ചെയ്യുക.
ഓക്കെ. അപ്പോൾ നമ്മൾ ബേസിക്കലി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഒരു ഏരിയയിലേക്ക് സപ്ലൈ ചെയ്യാൻ ഡിപ്പെൻഡ് ചെയ്യണ 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷനാണ്, രണ്ടാമത്തെ ഫാക്ടർ പെർ ക്യാപിറ്റ ഡിമാൻഡ്, ഒരാൾക്ക് ഒരു ദിവസം ആവശ്യം വരുന്ന വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ നമ്മൾ ബേസിക്കലി പറയുന്നത് ഡൊമസ്റ്റിക് ഡിമാൻഡായിട്ട് ഒരാൾക്ക് ഒരു ദിവസം ആവശ്യം വരുന്ന വെള്ളത്തിൻ്റെ അളവ് 135 ലിറ്ററാണ്. ഓക്കെ, പെർ ക്യാപിറ്റ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് പല ബിൽഡിങ്ങിനും പല തരത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, കുറവും ഉണ്ടാവും കൂടുതലും ഉണ്ടാവും. ഇപ്പോൾ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഓക്കെ, പണ്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഊട്ടി സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, കുട്ടികളെ അവിടെ നിർത്തിയിട്ട് പഠിപ്പിക്കാൻ പറ്റും, ആ ഒരു രീതിയിലുള്ള റെസിഡൻഷ്യൽ സ്കൂൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സ്കൂളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ വാട്ടർ ഡിമാൻഡ് കുറച്ചും കൂടി കൂടുതലാവും. അതേപോലെ ഓഫീസൊക്കെ ആണെങ്കിൽ വാട്ടർ ഡിമാൻഡ് കുറയും. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ബിൽഡിങ്ങിനും പലതരത്തിലുള്ള എന്താ പറയുക പെർ ക്യാപിറ്റ ഡിമാൻഡ് ആയിരിക്കും ഉണ്ടാവാറ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിൻ്റാണ് ഡിസൈൻ പീരീഡ്. എത്ര വർഷത്തേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു ഫാക്ടേഴ്സൊക്കെ കണക്കിലെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് ചിലപ്പോൾ ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു സപ്ലൈ സേഫ് വാട്ടർ, നല്ല സേഫ് ആയിട്ടുള്ള വെള്ളം നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ എത്ര സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി വെള്ളമാണ് ആവശ്യം, അതിൻ്റെ അനുസരിച്ച് അവിടെ സപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാതെ തോന്നിയ പോലെ വെള്ളം സപ്ലൈ ചെയ്യണതല്ല, ആവശ്യത്തിനനുസരിച്ച് വെള്ളം സപ്ലൈ ചെയ്യുക. പിന്നെന്താണ്, ഏത് ഓണം കയറാ മൂലയാണെങ്കിലും അവിടെ വെള്ളം എത്തിച്ചു കൊടുക്കണം. ഓക്കെ, ഏത് പോയിന്റിലേക്കാണെങ്കിലും. ഓക്കെ, ഇപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലാണ്, അപ്പോൾ അവിടെ വേണമെങ്കിലും നമ്മൾ വെള്ളം സപ്ലൈ ചെയ്ത് കൊടുക്കണം. അതാണ് എന്താ പറയുക ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ മെയിനായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ വേറൊരു പോയിൻ്റായിട്ട് പറയേണ്ടത് റീസണബിൾ കോസ്റ്റിൽ വേണം. അല്ലാതെ പൊന്നിന് കൊടുക്കുന്ന വില വെള്ളത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും വെള്ളം സ്വാഭാവികമായിട്ട് നമ്മൾ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യും, പക്ഷേ ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. എല്ലാവരും എന്താ പറയുക പലരും പലതരത്തിലുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, ലോ ക്ലാസ് പീപ്പിൾ ഉണ്ടാവും, മിഡിൽ ക്ലാസ് ഉണ്ടാവും, അതുപോലെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ വെള്ളത്തിന് തന്നെ നല്ല ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് സേഫ് ആൻഡ് വോൾസം വാട്ടർ. രണ്ടാമത്തെ പോയിൻ്റ് സപ്ലൈ വാട്ടർ ഇൻ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റ് ഏത് പോയിന്റിലാണോ ആവശ്യമുള്ളത്, ഓക്കെ, കൺവീനിയൻറ്റ് പോയിന്റിലേക്ക് എത്തിച്ചേരണം. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസണബിൾ കോസ്റ്റിൽ സപ്ലൈ ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിലുള്ള ഒരു 3-4 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ സപ്ലൈ ചെയ്യാറ്, മെത്തേഡ്സ് ഓഫ് സപ്ലൈ. ഓക്കെ, മെത്തേഡ്സ് ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ നമ്മൾ 2 രീതിയിലാണ് ബേസിക്കലി സപ്ലൈ ചെയ്യാറ്. അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, കണ്ടിന്യൂസ് സിസ്റ്റം, ഇൻ്റർമിറ്റൻ്റ് സിസ്റ്റം. കണ്ടിന്യൂസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 24 മണിക്കൂർ നമ്മളുടെ വീട്ടിൽ വെള്ളം ഉണ്ടാവും. ഓക്കെ, കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ഡേ. അപ്പോൾ നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ട് നമുക്ക് വെള്ളത്തിനൊരു വില ഉണ്ടാവില്ല, പലതരത്തിലുള്ള എന്തുണ്ടാവും വേസ്റ്റേജ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഗുണങ്ങളും ഉണ്ട്. എന്താ വെച്ചാൽ കണ്ടിന്യൂസ്ലി വെള്ളം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണോണ്ട് അതെന്തായിരിക്കും ഫ്രഷ് ആയിട്ടുള്ള വെള്ളം തന്നെ ആയിരിക്കും എപ്പോഴും സർക്കുലേറ്റ് ചെയ്യുക. വെള്ളം എപ്പോഴും കെട്ടിക്കിടക്കുമ്പോഴാണ് അതിന് പലതരത്തിലുള്ള വരിക, പലതരത്തിലുള്ള പൊള്യൂട്ടഡ് ആവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ടാവുക കെട്ടിക്കിടക്കുമ്പോൾ. ഓക്കെ, പിന്നെന്താണ്, പിന്നെ നമ്മൾ ബേസിക്കലി ഇപ്പോൾ വെള്ളം ഒരു പ്രത്യേക സമയത്ത് മാത്രമാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യണ ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി നമ്മൾ പല പാത്രങ്ങളിലായിട്ട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്റ്റോറേജൊക്കെ ഉണ്ടാവില്ല ഏത് കേസിൽ കണ്ടിന്യൂസ് സിസ്റ്റം ആകുമ്പോൾ. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി ഫയർ ഫൈറ്റിംഗ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നിന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ കണ്ടിന്യൂസ് സിസ്റ്റം ആകുമ്പോൾ ഏറ്റവും നല്ല ഒരു സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സിസ്റ്റത്തിലാണ് ഫയർ ഫൈറ്റിംഗ് പർപ്പസിന് എപ്പോഴും വെള്ളം ലഭ്യത ഉണ്ടാവുക. ഓക്കെ, പിന്നെന്താണ്, അപ്പോൾ പലതരത്തിലുള്ള യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, എന്താ പറയുക ദിവസം മൊത്തം യൂണിഫോമായിട്ടായിരിക്കും വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വലിയ പൈപ്പുകളുടെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ചെറിയ ചെറിയ പൈപ്പ്, ഡയമീറ്റർ പൈപ്പ് നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പൈപ്പ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം കോസ്റ്റ്ലി സിസ്റ്റമാണ്.
എപ്പോഴും 24 മണിക്കൂറും വെള്ളം ഉള്ളത് കാരണം തന്നെ ഒരു കോസ്റ്റ്ലിയർ സിസ്റ്റം തന്നെയാണ്. ഓക്കെ, മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ. ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, പൊട്ടലോ ചീറ്റലോ വന്നു കഴിഞ്ഞാൽ, ലീക്കേജ് വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് വേസ്റ്റായി പോകുന്നത് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെന്താണ്, പിന്നെ നമ്മൾ എപ്പോഴും വേസ്റ്റേജ് കൂടുതലാവാൻ സാധ്യത കൂടുതലായിരിക്കും. വെള്ളം കൂടുതലുണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇപ്പോൾ ഷവറൊക്കെ ആണെങ്കിൽ, ഒരാളൊക്കെ ആണെങ്കിൽ അരമണിക്കൂറൊക്കെ വെള്ളം തുറന്നു വിടും, ഷവർ അങ്ങോട്ട് ഓപ്പൺ ആക്കും, നമ്മളങ്ങ് ആർമാദിച്ച് കുളിക്കും അല്ലേ. സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. പെട്ടെന്ന് അങ്ങോട്ട് കുളിച്ചൊന്നും തീരൂല. അതന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് വരിക, അരമണിക്കൂറാണ് വെള്ളം ഒരു ദിവസത്തിൽ സപ്ലൈ ചെയ്യണതെങ്കിൽ നമ്മൾ ആ രീതിയിൽ വെള്ളം യൂസ് ചെയ്യുമോ? ഇല്ല, സ്വാഭാവികമായിട്ട് യൂസ് ചെയ്യില്ല. നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, നമുക്ക് അത്യാവശ്യം എത്രയാണോ ആവശ്യമുള്ളത് അത് മാത്രം യൂസ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം എന്തൊക്കെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് പീക്ക് അവറിൽ മാത്രം വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഓക്കെ ഒരു ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ റിപ്പയർ വർക്കൊക്കെ ഏറ്റവും സൗകര്യമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഏത് ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെന്താണ്, വേസ്റ്റേജസ് നമുക്ക് പലതരത്തിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് നിർബന്ധിതരാണ്, കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിർബന്ധിതരായത് കാരണം തന്നെ അവർ വേസ്റ്റേജ് പരമാവധി ഒഴിവാക്കും. പിന്നെന്താണ്, ഒരു ചീപ്പർ സിസ്റ്റമാണ്. കൺസിഡറബിളി നോക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റമാണ്, ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം. എപ്പോഴും 24 മണിക്കൂറും വെള്ളം ഉണ്ടാവണ ഒരു സിസ്റ്റം ബേസിക്കലി ഇന്ത്യയിൽ ഫോളോ ചെയ്യാറില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു നേരത്തെ ആയിരിക്കും വെള്ളം സപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും, പൈപ്പ് കണക്ഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒന്നരാടം വിട്ടിട്ടായിരിക്കും വെള്ളം സപ്ലൈ ചെയ്യുക. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫയർ റിസ്ക് അല്ലെങ്കിൽ ഫയർ ഫൈറ്റിംഗ് പർപ്പസിന് എപ്പോഴും വെള്ളം ലഭ്യത ഉണ്ടാവില്ല. ഓക്കെ, അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയും മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം എന്ന്. പക്ഷേ ആൾക്കാരുടെയൊക്കെ പ്രവണത എന്തായിരിക്കും, ഈ അരമണിക്കൂറും ടാപ്പ് അങ്ങോട്ട് തുറന്നു വിടും അല്ലേ. അരമണിക്കൂറേ വെള്ളം വരുള്ളൂ, അപ്പോൾ ആ അരമണിക്കൂറാണ്ട് ടാപ്പ് തുറന്നു വിടും. അപ്പോൾ എന്ത് ചെയ്യും, വീട്ടിലുള്ള എല്ലാ എല്ലാ പാത്രങ്ങളിലും വെള്ളം നിറച്ച് വയ്ക്കും. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആയിട്ടുള്ള ഡ്രമ്മിലും കണ്ടെയ്നറിലും എല്ലാത്തിലും നമ്മളങ്ങോട്ട് വെള്ളം നിറച്ച് വയ്ക്കും. പിന്നെ എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ യൂസ് ചെയ്യണത് ചിലപ്പോൾ പരിമിതമായ രീതിയിലായിരിക്കും, എല്ലാവരും ശ്രദ്ധിച്ചിട്ടായിരിക്കും വെള്ളം യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കും, ചിലപ്പോൾ എക്സസ് ആയിട്ടുള്ള വെള്ളം അവിടെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഈ വെള്ളമൊക്കെ ആണ്ട് ഒഴുക്കി കളയും. സ്വാഭാവികമായിട്ട് നമുക്ക് നല്ല വെള്ളമല്ലേ പറ്റുള്ളൂ, എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് നല്ല സാധനമേ പറ്റുള്ളൂ അല്ലേ. അടുത്ത ദിവസത്തെ വെള്ളം പിന്നെയും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റൂല. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യും, ഒഴുക്കി കളയും. അപ്പോഴും വേസ്റ്റേജ് വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ എയർ റിലീഫ് വാൽവും പ്രഷർ റിലീഫ് വാൽവും അതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്, സപ്ലൈ ചെയ്യാത്ത സമയങ്ങളിൽ നോൺ സപ്ലൈ അവേഴ്സിൽ സപ്ലൈ ചെയ്യാൻ കുറച്ച് സമയത്ത് മാത്രമേ സപ്ലൈ ചെയ്യുള്ളൂ. നോൺ സപ്ലൈ അവേഴ്സ് ആകുമ്പോൾ നമ്മളുടെ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ ഒരു പാർഷ്യൽ വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, കണ്ടാമിനേഷൻ ഓഫ് വാട്ടറും സാധ്യത കൂടുതലാണ് ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മെത്തേഡ്സ് ഓഫ് സപ്ലൈയിൽ വരുന്ന രണ്ട് സിസ്റ്റം. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ് എന്താണ്? ഓക്കെ, എന്തൊക്കെയായിരിക്കും റിക്വയർമെൻറ്റ്? സപ്ലൈയിങ് വാട്ടർ ടു ദ കൺസ്യൂമർ അറ്റ് ദ പോയിൻ്റ് ഓഫ് കൺസംഷൻ വിത്ത് സഫീഷ്യൻറ്റ് പ്രഷർ. എവിടെയാണോ വെള്ളം ആവശ്യം അവിടെ വെള്ളം എത്തിച്ചു കൊടുക്കുക. വെള്ളം എത്തിച്ചു കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, സഫീഷ്യൻറ്റ് പ്രഷറിൽ കൂടി വേണം വെള്ളം എത്തിച്ചു കൊടുക്കാൻ. അത് വേണം നമ്മളുടെ ആദ്യത്തെ പോയിൻ്റ്. ഓക്കെ, പിന്നെന്താണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്ന കാര്യം, നമ്മൾ വെള്ളം വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ സപ്ലൈ ചെയ്യണത് അതേ വെള്ളം വേണം അവിടെ ആ വീട്ടിൽ എത്തിച്ചേരേണ്ടത്. ഫോർ എക്സാമ്പിളായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റഡ് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ നിന്ന് വിടുന്നത്.
പക്ഷേ സ്വാഭാവികമായിട്ടും ഇടയിൽ നിന്ന് കണ്ടാമിനേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കരുത് വീട്ടിൽ എത്തിച്ചേരേണ്ടത്. ഓക്കെ, റെസിഡൻഷ്യൽ പർപ്പസിന് എത്തിച്ചേരേണ്ടത്. അതും അതേ ഡിഗ്രി ഓഫ് ക്വാളിറ്റിയിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ നിന്ന് വിട്ട വെള്ളം തന്നെ ആയിരിക്കണം, ആ ഒരു ക്വാളിറ്റി വെള്ളം തന്നെ ആയിരിക്കണം വീട്ടിലെത്തിച്ചേരേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറയേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഷുഡ് റീച്ച് ഡൊമസ്റ്റിക് യൂസ് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസ്. എത്രയാണോ വെള്ളം ആവശ്യം അത് വേണം എത്തിച്ചേരാനായിട്ട്. ഓക്കെ, ഡൊമസ്റ്റിക് പർപ്പസിന് മാത്രമല്ല ഇൻഡസ്ട്രിയൽ പർപ്പസിനും. ഓക്കെ, പിന്നെന്താണ് ഫയർ ഫൈറ്റിംഗ് പർപ്പസിന് നമുക്ക് എന്താ പറയുക സഫീഷ്യൻറ്റ് വാട്ടർ സപ്ലൈ ചെയ്യണം. ഓക്കെ, പിന്നെന്താണ് എന്തെങ്കിലും പൊട്ടലോ ചീറ്റലോ എന്തെങ്കിലും ബ്രേക്കേജ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വാട്ടർ സപ്ലൈ ചെയ്യണത് വേറൊരു ലൈനിൽ കൂടെ നമ്മൾ സപ്ലൈ ചെയ്യാൻ പറ്റണം. അല്ലാതെ ഒറ്റ വഴിയിലൂടെ മാത്രമല്ല വെള്ളം സപ്ലൈ ചെയ്യേണ്ടത്, നമുക്ക് വേറൊരു വഴിയിലൂടെയും ആ ഒരു ഏരിയയിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യാൻ പറ്റണം. അതാണ് ഒരു നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്നൊക്കെ പറയണത്. പിന്നെന്താണ് നല്ല ക്വാളിറ്റി പൈപ്പായിരിക്കണം. അതേപോലെ പൈപ്പ് ജോയിൻറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ലീക്കേജോ അല്ലെങ്കിൽ പൊട്ടലോ ഒക്കെ എന്തെങ്കിലും ഡാമേജ് വരാൻ സാധ്യത കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല ക്വാളിറ്റി വാട്ടർ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വെള്ളം സപ്ലൈ ചെയ്യുന്ന പൈപ്പ് എന്തെങ്കിലും പൊട്ടലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രാഫിക്കിന് എന്ത് ചെയ്യാൻ പാടില്ല, അതിന് തടസ്സം വരുത്താൻ പാടില്ല. ഓക്കെ, നമ്മൾ ബേസിക്കലി പൈപ്പ് ലൈൻ ഇടേണ്ടത് എങ്ങനെയായിരിക്കും, ഒരു അരികിലൂടെ ആയിരിക്കും നമ്മൾ പൈപ്പ് ലൈൻ ഇടാറ്. ഓക്കെ, പിന്നെ അടുത്ത പോയിൻ്റായിട്ട് പറയേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുന്ന പൈപ്പിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് എന്ന് പറഞ്ഞത്. ആ പൈപ്പ് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, നമ്മളെ സീവേജ് പൈപ്പിൻ്റെ മുകളിലായിട്ടാണ്, സീവർ പൈപ്പ് ലൈനിൻ്റെ മുകളിൽ വേണം സപ്ലൈ ചെയ്യാനായിട്ട്, അത് ലേ ചെയ്യാനായിട്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീവർ പൈപ്പിൽ നിന്ന് ലീക്ക് ചെയ്തിട്ട് എന്തെങ്കിലും വെള്ളം ഈ പൈപ്പിലേക്ക് കയറാൻ സാധ്യത ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ പറയണത്. ഓക്കെ, പിന്നെന്താണ് ഇനീഷ്യൽ കോസ്റ്റ് ഷുഡ് ബി ലെസ്. ഇനീഷ്യൽ കോസ്റ്റ് ഈ ഒരു കൺസ്ട്രക്ഷനിൽ ലെസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഓവറോൾ എക്കോണമി നമുക്കൊരു പരിമിതപ്പെടുത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ് ആയിട്ട് പറയണത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയേ എടുക്കണുള്ളൂ, കുറച്ചായിട്ട് എടുത്തിട്ട് പോവാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യുക വേറെ പല ടോപ്പിക്കുകളും. ഓക്കെ, നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് തന്നെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിക്ക് പഠിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.